നിതിൻ, യഥാർത്ഥത്തിൽ യെസ്. പവർ കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ എന്തൊക്കെയാണ്? നമ്മൾ പ്രചരിപ്പിക്കുന്നത് പോലെ കേരളം ഇനി വീണ്ടും ഇരുട്ടിലേക്ക് നീങ്ങുകയാണോ? അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ എഡമൻ പവർ ഹൈവേ പോലുള്ള വൻ പ്രോജക്റ്റുകൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ നമ്മൾ നടത്തുന്നത്, അല്ലെ? പലരും നടത്തുന്നത്. അതെ അതെ അതാണ്. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പൊ ഒരു എലക്ഷന്റെ പടിവാതിക്കൽ ഇത് നടത്തുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ അത് നടത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലോജിക്കലായിട്ട് തോന്നും. കാരണം ഏഹ്, ആ ഒരു ഒരു പീക്ക് മൊമെന്റ് ആണല്ലോ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഒരു യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സത്യം പറയേണ്ട ഒരു സമയമാണല്ലോ. പ്രത്യേകിച്ചും ഇതൊരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടമാണ്. കാരണം വൈദ്യുതി ഉപയോഗം അത്രയധികം കൂടിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്നുള്ളതിൽ രണ്ട് കാരണമേ ഉള്ളൂ. ഒന്ന് ചൂട് കൂടി, രണ്ട് പശ്ചിമേഷ്യയില് യുദ്ധം വന്നു. യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗം കൂടി. അങ്ങനെയുള്ള നമ്മുടെ വൈദ്യുതികളുടെ ഡിമാൻഡ് വളരെയധികം കൂടി. ഇപ്പുറത്ത് നമുക്ക് കേന്ദ്ര ഗ്രിഡിൽ നിന്നാണ് നമുക്ക് വൈദ്യുതി ഒരു 70% വൈദ്യുതി കിട്ടുന്നത്. അപ്പൊ അവിടെയുള്ള വൈദ്യുതി ഉൽപാദനം കുറഞ്ഞു. കാരണം അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കൽക്കരിയിൽ നിന്നും പ്രകൃതിവാതകത്തിൽ നിന്നാണ്. അപ്പൊ പ്രകൃതിവാതകം കിട്ടാനായിട്ടുള്ള ക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ വലിയ വൈദ്യുതി ക്ഷാമമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഇത് മാത്രമല്ല, നമ്മളിപ്പോ 2014 ആ ഒരു കാലഘട്ടങ്ങളിൽ ഇപ്പൊ ആര്യാടൻ മുഹമ്മദ് ഒരു കരാർ ഒപ്പിട്ടിരുന്നുവെന്നും, അപ്പൊ അത് മുഖാന്തരം നമുക്ക് 470 മെഗാവാട്ടോളം വൈദ്യുതി, അതും വളരെ ചുരുക്കം എമൗണ്ടിൽ ലഭിക്കുമായിരുന്നു എന്നും, അത് പിന്നീട് നമ്മുടെ ഇടതുപക്ഷ സർക്കാരാണ് ഈ പറയുന്ന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രകാരം അതിൽ നിന്ന് പിന്നോട്ട് മാറിയതെന്നും, പിന്നീട് അത് വലിയ തോതിൽ വൈദ്യുതി വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ള ആ ഒരു പ്രചരണത്തിനൊക്കെയുള്ള മറുപടി എന്താണ്? അല്ല, അതാണ് ഈ അർദ്ധ സത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. 2014 ആര്യാടൻ മുഹമ്മദ് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. അന്ന് ആ കരാർ ഒപ്പിടാനായിട്ട് DBFO വ്യവസ്ഥയിലാണ്, അതായത് ഡിസൈൻ ബിൽഡ് ഫിനാൻസ് ഓൺ ആൻഡ് ഓപ്പറേറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മളെ പോലുള്ള സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇപ്പൊ ഇവിടെ ഒരു തെർമൽ പ്ലാന്റോ കാര്യങ്ങളൊന്നും സ്ഥാപിക്കാൻ പറ്റാത്ത സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്ലാന്റ് വേറൊരു സംസ്ഥാനത്ത് പറ്റുന്ന സ്ഥലത്ത് സ്ഥാപിക്കുക. അവിടെ നിന്ന് നമ്മൾ ഒരു ലോങ് ടൈം കോൺട്രാക്റ്റിൽ വൈദ്യുതി വാങ്ങുക. അപ്പൊ അങ്ങനെയുള്ള കരാറ് നമ്മൾ 2014 ക്ഷണിച്ചു. അപ്പൊ ആ കരാറ് ക്ഷണിച്ചു കഴിയുമ്പോൾ അതിൽ ഫസ്റ്റ് ബിഡറായിട്ട് വന്നത് ജിൻഡാലായിരുന്നു. നമ്മൾ അന്ന് 850 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനാണ് പ്ലാൻ ചെയ്തത്. ജിൻഡാല് ഫസ്റ്റ് ബിഡറായിട്ട് 200 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് 3 രൂപ 60 പൈസയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ബാക്കി L2 to L16 ബിഡ് വന്നത് 4 രൂപ മുതൽ 6 രൂപ വരെ മറ്റാണ്. എനിക്ക് അതിന്റെ കറക്റ്റ് എമൗണ്ട് എത്ര എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും ഇതിനേക്കാൾ 1 രൂപ മുകളിൽ തൊട്ട് അങ്ങോട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ അതില് ഈ 2003 കേന്ദ്ര വൈദ്യുതി നിയമം പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ബിഡേഴ്സിന് വീണ്ടും റീബിഡ് ചെയ്ത് ഈ ഫസ്റ്റ് ബിഡറെ മാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു സിംഗിൾ ബിഡിനകത്ത് ഇത് കരാർ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അന്ന് പക്ഷെ ഈ ആര്യാടൻ മുഹമ്മദ് ഒപ്പിട്ട കരാറിൽ ചെയ്തത് L1 ഈ പറഞ്ഞ 3 രൂപ 60 പൈസയ്ക്ക് തന്നെ ഒപ്പിട്ടു 200 മെഗാവാട്ട്. ബാക്കി ഒരു എത്രയാണ് 665 മെഗാവാട്ട് വൈദ്യുതി 4 രൂപ 60 പൈസയ്ക്ക് ഈ 16 5 പേരെ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് സൈൻ ചെയ്തു. അപ്പൊ അത് ഒരു വയലേഷനാണ്. ഈ 16 പേരെയും ബിഡ് ചെയ്യുക എന്നുള്ളതിന് പകരം 5 പേരെ സെലക്ട് ചെയ്തു എന്നുള്ളത് ഒരു വയലേഷനാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അത് റെഗുലേറ്ററി കമ്മീഷന്റെയും കേന്ദ്രത്തിന്റെയും മുൻകൂർ അനുമതി വാങ്ങണം എന്നുള്ളൊരു നിയമമുണ്ട്. അത് അവിടെ പാലിക്കപ്പെട്ടു. മൂന്നാമത്തത്, ഈ ബിഡിംഗ് ഒക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ വൈദ്യുതി കരാറിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ 850 എന്നുള്ളത് പ്ലാൻ ചെയ്ത് 865. ചെറിയ നമ്പറിന്റെ വ്യത്യാസമാണ്. എന്നാലും ഒരു സർക്കാരിന്റെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മെഗാവാട്ടിന്റെ വൈദ്യുതി വ്യത്യാസം പോലും അതൊരു ഡിസ്ക്രിപ്പൻസി ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇത് പിന്നീട് വന്ന റെഗുലേറ്ററി കമ്മീഷൻ ഇതിന് ഈ കരാർ ഒപ്പിട്ടെങ്കിലും റെഗുലേറ്ററി കമ്മീഷൻ അത് അംഗീകരിച്ചാൽ മാത്രമാണ് അത് കരാർ പ്രാബല്യത്തിൽ വരുള്ളൂ. ഇപ്പൊ റെഗുലേറ്ററി കമ്മീഷൻ അതിന് അനുമതി നിഷേധിച്ചു. അപ്പൊ ഇപ്പുറത്ത് നിന്നിട്ട് പിന്നീട് ഇതേ റെഗുലേറ്ററി കമ്മീഷൻ തന്നെയാണ് ആ ഒരു കരാർ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇല്ല, റെഗുലേറ്ററി കമ്മീഷൻ പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. KSEB ആണ് അത് പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത്. സുപ്രീം കോടതിയിൽ വരെ പോയത് KSEB ആണ്. റെഗുലേറ്ററി കമ്മീഷനും KSEBക്ക് ഒരു 2000-2300 കോടി രൂപയോളം നഷ്ടം വന്നല്ലോ, സംഭവിച്ചല്ലോ. അതെ. അപ്പൊ അതാണ്. അപ്പൊ അതായത് KSEB എപ്പോഴും ഈ പറഞ്ഞ ഇപ്പൊ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന KSEB
ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആദ്യം മുതലേ ആഗ്രഹിച്ചിട്ടുള്ളത്. 2014 16 20 ഒക്കെ ആഗ്രഹിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ ഈ റെഗുലേറ്ററി കമ്മീഷനോട് ഇത് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ പറഞ്ഞ കരാറുമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ റെഗുലേറ്ററി കമ്മീഷന് അനുമതി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനകത്തൊരു ഫൈനൽ ഡിസിഷൻ എത്തുന്നത് വരെ താൽക്കാലികമായിട്ട് ഇത് വാങ്ങാം എന്നുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ വന്നിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ കേസ് നടന്നുകൊണ്ടിരുന്നത്. അല്ല, പിന്നീട് നമുക്കറിയാം, പിന്നീട് നമുക്ക് വലിയ എമൗണ്ടിൽ വൈദ്യുതി വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ലേ, അദാനിന്നും അതോടൊപ്പം തന്നെ മറ്റു പല കമ്പനികളിൽ. അതെ അതെ, നമ്മളിപ്പോ 8 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെയാണ് ഈ പീക്ക് അവേഴ്സിൽ ഇത് വൈദ്യുതി വാങ്ങുന്നത്. പക്ഷെ ഇതിന്റെ കാരണം ആ കരാറ് നേരെ ചുവപ്പെടാത്തത് കൊണ്ടാണ്. ഇപ്പൊ സർക്കാർ പോയിട്ട് കരാറ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞതല്ല. സർക്കാർ ഈ കരാറ് പ്രാബല്യത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നാഷണൽ ലെവലിൽ ഇതിന്റെ ട്രിബ്യൂണൽ ഏജൻസി ആയിട്ടുള്ള അപ്റ്റലിന്റെ അടുത്ത് പോയി ഇത് റെഗുലറൈസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്റ്റൽ അത് നിരാകരിച്ചു. അപ്പോഴാണ് വീണ്ടും സുപ്രീം കോടതിയിൽ സർക്കാരും KSEBിലും പോകുന്നത്. സുപ്രീം കോടതിയും ഇതിന്റെ രേഖകൾ പരിശോധിച്ചിട്ട് ഇത് പ്രാബല്യത്തിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ സർക്കാരിനും പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷനാണ് ഇത് നിരാകരിച്ചത്. റെഗുലേറ്ററി കമ്മീഷൻ ഇത് നിരാകരിക്കാനുള്ള കാരണം ഈ കരാർ നേരെ ആയിരുന്നില്ല ഒപ്പിട്ടത്. ഇതിനകത്ത് ഒത്തിരി പ്രൊസീജിയർ ലാബ്സ് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഈ 3 പ്രൊസീജിയർ ലാബ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബോഡി തന്നെയല്ലേ? പൊളിറ്റിക്കൽ രാഷ്ട്രീയ ബോഡി തന്നെയായിരുന്നു. അല്ല, അത് നമ്മുടെ IAS KT ജോസ് ആണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായിട്ട് വന്നത്. ഈ റെഗുലേറ്ററി അത് അങ്ങനെ ആളുകൾ പറഞ്ഞ് പരത്തുന്നുണ്ട്. അതായത് ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ബോർഡ് ചെയർമാനെയൊക്കെ നിയമിക്കുന്ന പോലെ ഒരു രാഷ്ട്രീയ തീരുമാനം ഒരു രാഷ്ട്രീയക്കാരനെ അല്ല ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നത്. ഇതിന്റെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, പിന്നെ ഈ വൈദ്യുതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഉണ്ടാവും തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചേർന്നിട്ട് ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇതിനകത്തേക്ക് നിയമിക്കുക. ആ ഉദ്യോഗസ്ഥൻ എന്താണ് ഇതിന്റെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആണ് നോക്കുക. നമ്മൾ ശരിയായ രീതിയിലാണോ ഇതിന്റെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്, കൃത്യമായിട്ടുള്ള നെഗോസിയേഷൻസ് നടത്തിയിട്ടാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നത്. അതൊരു രാഷ്ട്രീയ തീരുമാനമല്ല, രാഷ്ട്രീയക്കാരാണ് ഇത് നിയമിക്കുന്നത് എന്നുള്ളത് ശരി. രാഷ്ട്രീയക്കാരുടെ ചെറിയ താല്പര്യമൊക്കെ അതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് ശരി. പക്ഷെ മറ്റേത് ഒരു ഏതെങ്കിലും ഒരു ബോർഡ് ചെയർമാൻ പോലെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടുപോയിട്ടല്ല അതിനകത്ത് ഇരുത്തുന്നത്. ആ തെരഞ്ഞെടുക്കുന്ന ചെയർമാൻ പിന്നീട് പ്രവർത്തിക്കുന്നത് പരിപൂർണമായിട്ടും സ്വതന്ത്രമായിട്ടാണ്. അതാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ ഒരു 100 മെഗാവാട്ട് വൈദ്യുതി 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങണമെങ്കിൽ തന്നെ ഇപ്പൊ ഇത്രയും ഒരു പീക്ക് റിക്വയർമെന്റ് ഉള്ള സമയത്ത് പോലും നമുക്ക് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങണമെങ്കിൽ ഈ ചെയർമാന്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അടുത്ത് പോയിട്ട് 4ഉം 5ഉം തവണ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിത് ഇപ്പൊ അപ്രൂവ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ രാഷ്ട്രീയ തീരുമാനമാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരാളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്ര ഇത് വേണം എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മണിക്കൂറിൽ അതിന്റെ അനുമതി കിട്ടി നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഈ പറയുന്നത് ഇതാണ് ഈ കാര്യത്തിനകത്ത് നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നത് മുഴുവൻ അർദ്ധസത്യങ്ങളാണ്. ഇപ്പൊ കേൾക്കുമ്പോൾ ശരിയാണ്, ഒറ്റ വാക്കിൽ ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി വസ്തുത അന്വേഷിച്ചു കഴിഞ്ഞെങ്കിൽ ശരിയുടെ ഒരു കണി പോലും ഉണ്ടാവില്ല. അതല്ല, ഈ നാഷണൽ പവർ ഗ്രിഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും മാത്രം പവർ ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പദ്ധതി തന്നെ അത് ആരുടെ മിടുക്കാണ്, ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ കഴിവ് ആർക്കാണ്? അതെ അതാണ്. ഇപ്പൊ ഈ 2014 ഈ പദ്ധതി ഒപ്പിട്ടു എന്ന് പറഞ്ഞു. ഈ പദ്ധതി ഒപ്പിട്ട് കഴിഞ്ഞാലും കറണ്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് നാഷണൽ പവർ ഗ്രിഡുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവണമായിരുന്നു. അപ്പൊ ഈ കണക്റ്റഡ് ആവാനായിട്ടുള്ളത് നമുക്ക് ഈ ഊർജ്ജ പ്രതിസന്ധി ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള. അതായത് നമ്മൾ 2022 2014 15 16 വരെ നമുക്ക് കേരളത്തിലേക്ക് ഒരു വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 22,000 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ്. നമുക്ക് അന്നത്തെ നമ്മുടെ റിക്വയർമെന്റ് ഏകദേശം 27,000 മില്യൺ യൂണിറ്റ് ആയിരുന്നു. 25,000 മുതൽ 27,000 മില്യൺ യൂണിറ്റ് വരെ ആയിരുന്നു. അപ്പൊ ആ ഒരു 4,000-5,000 മില്യൺ യൂണിറ്റിന്റെ കുറവാണ് നമ്മൾ അന്ന് എല്ലാ ദിവസവും ഉള്ള 1 മണിക്കൂർ പവർ കട്ട്, വ്യവസായങ്ങൾക്ക് പവർ കട്ടായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ മറികടക്കാനാണ് 2008 തന്നെ 2006 2008 ഈ കൂടംകുളമായിട്ട് നമുക്ക് കൊച്ചി എടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കണം, നമ്മൾ നാഷണൽ ഗ്രിഡിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള പ്രപ്പോസൽ വരുന്നത്. ഈ എടമൺ ഹൈവേ പദ്ധതി നമ്മൾ 2008 സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് അത് 2014 ആണ് പുനർ ആരംഭിച്ചത് അല്ലെ? അല്ല, 2014 അത് ക്യാൻസൽ ആയി പോയി.
2014 ആ cancel ആയി പദ്ധതി പോയി. ഉപേക്ഷിച്ചു. 13 ക്യാൻസൽ ആയി 14 പോയതിനു ഉപേക്ഷിച്ചു. ശേഷം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അതിന്റെ പുനരാരംഭണം 2016 ഉണ്ടായത് നമ്മൾ അല്ലെ? റീസ്റ്റാർട്ട് ചെയ്തത്. അതെ അതെ. കാരണം ഈ 2013 ഇത് ഭൂമി ഏറ്റെടുക്കാനായിട്ട് സർക്കാർ വളരെ തുച്ഛമായിട്ടുള്ള മറ്റേ നമ്മള് ഗെയിലിന്റെ കാര്യത്തിലും അതും ആരും പറയാത്തൊരു നാഷണൽ ഹൈവേയുടെ കാര്യത്തിലും വസ്തുതയാണല്ലേ ഒക്കെ പറയുന്ന പോലെ ഈ എടമൻ പവർ അതെ അതെ ഹൈവേയുമായി അത് ബന്ധപ്പെട്ടുകൊണ്ട്. വസ്തുതയാണ്. അതെ. 2014 ഈ സർക്കാർ മാറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടന്നത്. 1300 കോടി രൂപ മുടക്കിയിട്ടാണ് ഈ 150 കിലോമീറ്റർ നീളത്തിൽ ഈ എടമൺ കൊച്ചിൻ പവർ ഹൈവേ ഉണ്ടാക്കുന്നത്. അതിനകത്ത് 500 കോടിയും ചെലവഴിച്ചത് ഈ ഭൂമി ഏറ്റെടുക്കലിന് മാത്രമാണ്. മറ്റേ പദ്ധതിക്ക് വേണ്ടിയിട്ട് അല്ലാതെ ചെലവഴിച്ചത് 800 കോടി രൂപയാണ്. ഇനി അതല്ലാതെ ഈ ഏതാണ് പുകലൂർ മാടക്കത്തറ വേറൊരു പവർ ലൈനും കൂടെ ഉണ്ടാക്കി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറവ് വൈദ്യുതിയാണ് വരുന്നതെന്ന് തോന്നുന്നു. മെയിനായിട്ട് നമുക്ക് ഈ എടമൺ കൊച്ചിയിൽ നിന്നാണ് നമുക്ക് കൂടുതലും കറണ്ട് കിട്ടുന്നത്. അപ്പൊ ഈ 2 പദ്ധതികൾ വന്നതുകൊണ്ടാണ് നമുക്ക് അപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ 2025 അല്ലെങ്കിൽ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആനുവൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് 33,000 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ്. അപ്പൊ ഈ നമ്മുടെ പ്രൊഡക്ഷൻ അന്നും നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ 7,000 മില്യൺ യൂണിറ്റ് മാത്രമാണ്. ഇപ്പൊ അഡീഷണൽ ആയിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായത് ഒരു 2,000 മില്യൺ യൂണിറ്റ് നമ്മൾ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ള വൈദ്യുതി മുഴുവൻ നമുക്ക് വരുന്നത് പുറത്തുനിന്നാണ്. അങ്ങനെ വൈദ്യുതി വന്നതുകൊണ്ടാണ് നമുക്ക് ഈ പവർ കട്ടും ലോഡ് ഷെഡിങ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റിയത്. ഓക്കെ. പിന്നെ ഇനി ഈ സർക്കാർ ചെയ്ത വേറൊരു കാര്യം, ഇപ്പൊ നമുക്ക് അന്ന് ഉണ്ടായിരുന്ന പ്രശ്നം വൈദ്യുതി ഇല്ലാത്തത് മാത്രമല്ല, വൈകുന്നേരം ആയി കഴിയുമ്പോൾ നമുക്കുള്ള വൈദ്യുതിക്ക് തന്നെ ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു. നമ്മൾക്ക് എന്താണ് ഈ വോൾട്ടേജ് ക്ഷാമം നമ്മുടെ വലിയൊരു പ്രശ്നമായിരുന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ബൾബുകൾ പകുതി കത്തുള്ളൂ, അല്ലെങ്കിൽ പല ഉപകരണങ്ങളും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ ഇത് ചെയ്ത് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് നവീകരണം വഴിയാണ്. അപ്പൊ അന്ന് നമുക്ക് പീക്ക് ലോഡ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് 4000 മെഗാവാട്ട് വരെയാണ് ഉള്ള പീക്ക് ലോഡായിരുന്നു നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. ഈ ട്രാൻസ്ക്രിപ്റ്റ് നവീകരണത്തിന്റെ ഫേസ് 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമുക്ക് 6000 മെഗാവാട്ട് വരെയുള്ള പീക്ക് ലോഡ് ഡിമാൻഡ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം ഈ പീക്ക് ലോഡ് 6000 കടന്ന് 6400ലേക്ക് 6500ലേക്കൊക്കെ എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ഫോമറുകൾക്ക് അത് താങ്ങാനായിട്ട് പറ്റില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഫ്യൂസ് അടിച്ചു പോകുന്ന പോലെ ട്രാൻസ്ഫോമറിന് ഫ്യൂസ് അടിച്ചു പോകും. ഇപ്പോൾ ട്രാൻസ്ഫോമറിന് ഫ്യൂസ് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വന്ന് ഈ ഒരു ഉദ്യോഗസ്ഥർ മുഴുവൻ അത് കെട്ടി വീണ്ടും നവീകരിച്ചെടുക്കാനായി മീൻസ് ഇത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീക്ക് ലോഡിലേക്ക് പോകുന്നു എന്നുള്ളൊരു സമയത്ത് ഇത് ഷട്ട് ഡൗൺ ചെയ്ത് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അർദ്ധസത്യങ്ങളാണ് നമ്മൾ മൊത്തം മാധ്യമങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ ഒരു അജണ്ടയിലെ ഭൂരിപക്ഷം പേരും പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ? അവരെ ഇടമൻ ഈ പറയുന്ന പല പ്രോജക്ട്സും മറച്ചു വെക്കുന്നു എന്നുള്ളത്. അതെ അതെ അതെ. പിന്നെ എനിക്ക് മാധ്യമങ്ങളോട് ഈ കാര്യത്തിനകത്തുള്ള ഒരു വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ മാധ്യമങ്ങൾ കുറേ കൂടെ ഉത്തരവാദിത്തമായിട്ട് പെരുമാറണം. കാരണം ഇപ്പൊ ഈ പീക്ക് ലോഡ് തന്നെ ഇത്രയും കൂടാനായിട്ടുള്ള കാരണം നമ്മുടെ AC വളരെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 12 ലക്ഷം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കണക്കുകൾ കേട്ടു. 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കറുകളാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് നേരെ ഇരട്ടിയായിട്ട് 22 ലക്ഷമായി. അതായത് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ കൊണ്ടുണ്ടായിരുന്ന അത്രയും തന്നെ ഇൻഡക്ഷൻ കുക്കർ വിൽപ്പന കഴിഞ്ഞ ഒരു മാസം. സോളാർ ഉപയോഗവും കൂടിയില്ലേ? വീട് മിക്കവരും സോളാർ സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് LPGയുടെ ആവശ്യമില്ല. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘർ എന്ന് പറയുന്ന ഒരു സബ്സിഡി ഉണ്ടല്ലോ സോളാർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ അതും ഇതിന്റെ പിന്നിലില്ലേ ഈ ഇൻഡക്ഷൻ ഈ കുക്കർ? അതാണ്. അപ്പൊ ഈ സബ്സിഡി നിരക്കിൽ സോളാർ കൊടുത്തു കഴിയുമ്പോൾ ആളുകൾ ഇപ്പൊ സോളാർ ഉള്ള ആൾക്കാർക്ക് അത് ബില്ല് വരുന്നില്ലല്ലോ. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും നാട്ടില് സോളാർ ഉണ്ട്. അപ്പൊ നമുക്ക് ബില്ല് വളരെ കുറവ് വരുന്നത്. അപ്പൊ ഈ സോളാറിന്റെ ബില്ല് വരാത്തത് കൊണ്ട് ആളുകൾ ഇത് AC ഒക്കെ വളരെ ലാവിഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആളുകളെ നമുക്ക് അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. ചൂട് കൂടുന്നുണ്ട്. അപ്പൊ ആളുകൾ ഉള്ള ഒരു സൗകര്യം വിനിയോഗിക്കുന്നു. പക്ഷെ മാധ്യമങ്ങൾ ഇതിനകത്ത് എന്ത് സ്റ്റാൻഡാണ് എടുക്കുന്നത്? ഇതിനകത്ത് സർക്കാരിനെ കുറ്റപ്പെടുത്തി ഇതിനകത്ത് ഈ പ്രശ്നത്തിനെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് പകരം ഇതാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, നിങ്ങളെല്ലാവരും ഇത്രയധികം വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഈ വൈദ്യുതി ഇത്ര ട്രാൻസ്ഫോമറുകൾ അടിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്, പീക്ക് ലോഡ് ഡിമാൻഡ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതിനെപ്പറ്റി ആളുകളെ ബോധവൽക്കരിച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ മലയാളികളല്ലേ, ഇപ്പൊ നമ്മൾ പ്രളയം വന്നപ്പോഴോ അല്ലെങ്കിൽ നിപ്പ വന്നപ്പോഴോ ഒക്കെ നമ്മൾ എത്ര ഒത്തൊരുമിച്ച് നിന്നിട്ട് ഒരു പ്രതിസന്ധിനെ നേരിട്ടുള്ള ജനതയാണ് നമ്മൾ. ആളുകളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ ആളുകൾ സ്വാഭാവികമായിട്ട് ഇത് കുറച്ച് ഉപയോഗിക്കുന്നു. ഇപ്പൊ 18ലോ 20ലോ AC പ്രവർത്തിക്കുന്ന ആള് ഓക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ അവർ 24 25ലോ അത് ഉപയോഗിക്കും. ആളുകൾക്ക് സ്റ്റിൽ കംഫർട്ടബിൾ ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പക്ഷെ ഈ വൈദ്യുതിയുടെ മൊത്തത്തിലുള്ള ഉപയോഗം
വളരെയധികം കുറയും. ഇന്ന് തന്നെ ഞാനിപ്പോ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ പോയിട്ടൊരു ഒരു വീട്ടമ്മേനെ ഇന്റർവ്യൂ ചെയ്യുന്നത് കാണായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഇവര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, നിങ്ങൾ വർക്കിംഗ് ക്ലാസ് ആണെങ്കിൽ, വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഈ വൈകുന്നേരം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന്. അപ്പൊ അവരൊരു കാറ്ററിംഗ് യൂണിറ്റ് നടത്തുന്ന ആളാണ്. അപ്പോൾ ഇവര് ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടാണ് ഇപ്പൊ പകുതിയും കുക്ക് ചെയ്യുന്നത്. ഇവരെ പ്രൊവോക്ക് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ, ഉച്ചയ്ക്ക് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു. ശരിയാണ്, ഒരു യുദ്ധം വന്ന് അപ്പുറത്ത് നടക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെ എൽനൈനോ പോലുള്ള ഒരു പ്രതിഭാസം വന്ന് നമുക്ക് ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ള ഒരു പ്രതിഭാസമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും, ലോകം മുഴുവനും ഈ ഊർജ്ജ പ്രതിസന്ധി ഉണ്ട്. അല്ലെങ്കിൽ ഈ ഇന്ത്യ മുഴുവനും ഈ പറഞ്ഞ ഇപ്പൊ UP-യിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ 8-10 മണിക്കൂർ വരെ ലോഡ് ഷെഡിങ് ഉള്ള ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ ബുദ്ധിമുട്ടിനെ നേരിടാനായിട്ട് നമ്മൾ എന്താണ് ആളുകളെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യുക, ആളുകളെ കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് മാധ്യമങ്ങളും കൂടെ അതിനകത്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യം. അതിന് പകരം ഇത് കിട്ടിയൊരു അവസരം ഇതിനകത്ത് പരമാവധി ഇപ്പോൾ ഉള്ള സർക്കാരിനെ അങ്ങോട്ട് അറൻഷ് ചെയ്തേക്കാന്നുള്ള ഒരു നിലപാടാണ് മാധ്യമങ്ങൾ എടുക്കുന്നത്. അത് ഇതിനകത്ത് ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ്.